നമ്മൾ പൊന്നുപോലെ കാത്തു സൂക്ഷിക്കേണ്ടുന്ന, നമ്മുടെ തലച്ചോറിനെ ഡാമേജ് ആക്കുന്ന ചില കയ്യിലിരിപ്പുകൾ നമ്മുടെ കയ്യിലുമുണ്ട്. അവ എന്താണെന്നൊന്ന് തിരിച്ചറിയുന്നത് നല്ലതായിരിക്കും. ഒന്നാമത്തേത് നമ്മൾ ഉറക്കത്തിന്റെ ക്വാളിറ്റി. ഉറക്കം 10 മണിക്കൂർ ഉറങ്ങി എന്നതിലല്ല കാര്യം. നിങ്ങൾ ഉറങ്ങുന്നതിന്റെ ഒരു ക്വാളിറ്റി ഓഫ് സ്ലീപ്പ്, എത്രമാത്രം ഡീപ്പായിട്ട് നിങ്ങൾ ഉറങ്ങുന്നു എന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. പ്രത്യേകിച്ച് നിങ്ങളുടെ ഓർമ്മശക്തിയും നിങ്ങൾക്ക് കാര്യങ്ങളെ ഫോക്കസ് ചെയ്യാനുള്ള കഴിവും തീരുമാനങ്ങൾ എടുക്കാനുള്ള കഴിവുകളൊക്കെ ഈ ഉറക്കത്തിന്റെ ക്വാളിറ്റിയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. രണ്ടാമത്തത് പ്രൊലോങ് സിറ്റിംഗ്. ഒരുപാട് നേരം ഇരുന്ന് ജോലി ചെയ്യുന്ന ആൾക്കാർ അല്ലെങ്കിൽ അലസമായിട്ടിരിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം തലച്ചോറിനകത്തുള്ള ഹിപ്പോ ക്യാമ്പസിനെ ചുരുക്കാനുള്ള ഒരു വഴിയായിട്ടത് മാറും. അത് നിങ്ങളുടെ ബ്ലഡ് ഫ്ലോ കുറയ്ക്കുകയും അതുവഴി ഇത്തരത്തിലുള്ള ഒരു ബ്രെയിൻ ഡാമേജിലേക്ക് നമ്മളെ നയിക്കുകയും ചെയ്യും. അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഇരുത്തം ഒഴിവാക്കുന്നത് നല്ലതാണ്. മറ്റൊന്ന് ഭക്ഷണത്തിലെ ചിട്ടകളാണ്. ഭക്ഷണത്തിലെ നിങ്ങൾ കാർബോഹൈഡ്രേറ്റ്, റിഫൈൻഡ് കാർബോഹൈഡ്രേറ്റുകളും പഞ്ചസാരയും ഒക്കെ ധാരാളം കഴിക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് ശരീരത്തിനകത്ത് നീർക്കെട്ടുകൾ വരാനുള്ള സാധ്യത വർദ്ധിക്കുകയും അതേപോലെ തന്നെ ഓക്സിഡേറ്റീവ് സ്ട്രെസ്സിന്റെ സാധ്യത വർദ്ധിക്കുകയും ചെയ്യും. ഇത് നിങ്ങളുടെ തലച്ചോറിന് ഡാമേജ് ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. മറ്റൊന്ന് ക്രോണിക് സ്ട്രെസ്. ഒത്തിരി കാലങ്ങളോളം സ്ട്രെസ് നമ്മൾ കൂടെ കൊണ്ടു നടക്കുകയും അത് നിങ്ങളുടെ ശരീരത്തിനകത്തുള്ള കോർട്ടിസോളിന്റെ അളവ് വർദ്ധിപ്പിക്കാനും അതുവഴി അത് ഹിപ്പോകാമ്പസിന് ഡാമേജ് ഉണ്ടാക്കാനുള്ള സാധ്യത കൂട്ടുകയും ചെയ്യും. മറ്റൊന്ന് സാമൂഹ്യമായിട്ടുള്ള ഒറ്റപ്പെടലുകളാണ്. അത് തീർച്ചയായും നിങ്ങളെ ഒരു ഡിപ്രഷൻ പേഷ്യന്റാക്കി മാറ്റാനുള്ള സാധ്യത കൂട്ടും. നിങ്ങളുടെ കോഗ്നിറ്റീവ് പവർ കുറയ്ക്കാനും ഈ സാമൂഹ്യ ഒറ്റപ്പെടൽ കാരണമാകും. അതുകൊണ്ട് ബി വിത്ത് സൊസൈറ്റി. എപ്പോഴും സമൂഹത്തിന്റെ കൂടെ തന്നെ ഒത്തുപോകാൻ വേണ്ടി തയ്യാറാവുക. മറ്റൊന്ന് നമ്മളിപ്പോൾ സാധാരണയായിട്ട് കാണുന്നതുപോലെയുള്ള ഹെഡ്ഫോൺ വളരെ ശബ്ദത്തിൽ നിങ്ങൾ ഉപയോഗിക്കുക. ഹെഡ്ഫോൺ ചെവിയിലെ ഈ വളരെയധികം ഇറിറ്റേറ്റഡ് ഉണ്ടാക്കുന്ന രീതിയിൽ വളരെ വോളിയത്തിൽ നിങ്ങൾ ഹെഡ്ഫോൺ യൂസ് ചെയ്യുക. അത് ബ്രെയിൻ സ്ട്രെയിൻ ഉണ്ടാക്കുകയും അത് നിങ്ങൾക്ക് ഡിമെൻഷ്യ പോലെയുള്ള പ്രശ്നങ്ങളിലേക്ക് എത്തിക്കുകയും ചെയ്യും. മറ്റൊന്ന് വെള്ളം കുടിക്കുക എന്നുള്ളതാണ്. ഡീഹൈഡ്രേഷൻ, വെള്ളം കുറയുന്നത് നിങ്ങളുടെ തലച്ചോറിന്റെ കപ്പാസിറ്റി കുറച്ചുകൊണ്ടേയിരിക്കും എന്നും കൂടി നിങ്ങൾ ഓർക്കുക. സ്ക്രീൻ സ്പേസ്. ഉറങ്ങുന്നതിനു മുമ്പ് നിങ്ങൾ ഉപയോഗിക്കുന്ന ഗാഡ്ജറ്റിന്റെ ഉപയോഗം കുറച്ചുകൊണ്ടുവരിക. ആ വരുന്ന ബ്ലൂ ലൈറ്റുകൾ നിങ്ങളുടെ ശരീരത്തിനകത്ത് മെലറ്റോണിന്റെ ഉൽപ്പാദനം കുറയ്ക്കുകയും അത് നിങ്ങളുടെ സ്ലീപ്പിന്റെ ക്വാളിറ്റിയും അതുവഴി നിങ്ങളുടെ തലച്ചോറിനെയും ബാധിക്കാനുള്ള സാധ്യത വർദ്ധിപ്പിക്കും. ഡോക്ടർ അപ്പുകുട്ടനെയും കൂടെ ഫോളോ ചെയ്യുക.